എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന അബ്കാരി ആക്ടിൻ്റെ മുഴുവനായിട്ടുള്ള റിവിഷൻ വിത്ത് POIQ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അബ്കാരി ആക്ടിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(10). 3 സബ്സെക്ഷൻ 10 മദ്യത്തിനെ കുറിച്ചുള്ള നിർവചനം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മദ്യം എന്നാൽ എന്താണ്? സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും. ഓക്കെ, മദ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(10. അതിൽ പറഞ്ഞിരിക്കുന്ന മദ്യം എന്നാൽ എന്താണ്? സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യം എന്നതിൽ ഉൾപ്പെടുന്നു. ഇനി ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് PSc പരീക്ഷയ്ക്ക്. സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന് ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. 1977 അബ്കാരി നിയമം സെക്ഷൻ 3(10. നമ്മൾ പറഞ്ഞു 3(10 മദ്യത്തെക്കുറിച്ച് നിർവചിക്കുന്നത്. ഓക്കെ, 3(10 പ്രകാരം മദ്യത്തിന്റെ നിർവചനത്തിൽ വരാത്തത് ഇതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? വൈൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. ബിയർ ഉണ്ടായിരുന്നോ? യെസ്, ബിയറും ഉണ്ടായിരുന്നു. കള്ളും ഉണ്ടായിരുന്നു. അരിഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആൻസർ സി, അരിഷ്ടമാണ് മദ്യത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തത്. ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യമാണ്. അതിനെക്കുറിച്ച് പറയുന്ന നിർവചിക്കുന്ന സെക്ഷൻ ഏതാണ്? 3(10. ഓക്കെ, 3 സബ്സെക്ഷൻ ഏതാണ്? 10. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? 23 വയസ്സാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരാൾക്ക് മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? അതും 23. മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധിയും 23. അതുപോലെ തന്നെ ഒരാൾക്ക് മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അതും 23. ഈ ഭാഗത്തുനിന്ന് വന്ന ഒരു POIQ ചോദ്യം നോക്കാം. അബ്കാരി നിയമപ്രകാരം എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ഓപ്ഷൻ, 21 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ശരിയാണോ? അല്ലല്ലോ, ശരിയല്ല. കുറ്റകരമാണ്. 21 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. 23 കഴിഞ്ഞാൽ മാത്രമേ മദ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. വിൽക്കാനും അങ്ങനെ തന്നെ. 20 വയസ്സ്, അടുത്ത ഓപ്ഷൻ, 20 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. കുറ്റകരമാണോ? കുറ്റകരമാണ്. അപ്പോൾ ആ ഓപ്ഷനും ശരിയല്ല. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. യെസ്, ഇത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാലും നമുക്ക് വായിച്ചു നോക്കാം. 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. കുറ്റകരമാണ്. 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. സർക്കാർ ഉത്തരവ് പ്രകാരം ലൈസൻസ് ഓഫ് പെർമിറ്റ് കൂടാതെ ഒരു വ്യക്തിക്ക് ബില്ലോടുകൂടി പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. കള്ള് എത്ര പറ്റും? 1.5 ലിറ്റർ. ഓക്കെ, 1.5 ലിറ്റർ കള്ളാണ് ബില്ലോടുകൂടി പരമാവധി കൈവശം വയ്ക്കാവുന്ന അളവ്. ഓക്കെ, കള്ള് 1.5. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്രയാണ്? 3 ലിറ്റർ. ബിയർ 3.5 ലിറ്റർ. വൈൻ 3.5 ലിറ്റർ. വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ. കൊക്കോ ബ്രാൻഡി എത്രയാണ്? 1 ലിറ്റർ. ഇത് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ഇത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഈ ഭാഗത്തു നിന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ഇതിൻ്റെ POIQ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഈ ഭാഗത്തു നിന്ന് വന്ന ചോദ്യം. എന്താണ്? കള്ള് എത്ര ഉപയോഗിക്കാം? 2.5 ആണ് ഇതിൽ പറയുന്നത്. ഇതിലെന്താ ചോദ്യം വെച്ചാൽ പട്ടികയിലെ മദ്യം ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകൾ ശരി ഏതാണ്? ഇതിൽ ശരിയായത് ഏതൊക്കെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കള്ള് നോക്കാം. കള്ള് എത്ര? 2.5 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്കെത്ര കള്ള് എത്ര പറ്റുള്ളൂ കയ്യിൽ? ബില്ലോട് കൂടി 1.5 ലിറ്ററേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ, സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണോ? അല്ല, തെറ്റായതാണ് അല്ലേ. അടുത്തത് IMFL. IMFL എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്ററാ. യെസ്, ശരിയാണല്ലേ. അത് ശരിയാണ് കൊടുത്തത്. ബിയർ എത്ര? 3.5. അതും ശരിയാണ്. അടുത്തത് വൈനാണ്. 7.8 ആണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? പറ്റില്ല. എത്ര പറ്റുള്ളൂ? 3.5. ബിയറും വൈനും ഒരുപോലെ തന്നെയാണ്, 3.5.
അടുത്തത് FMFL ഏതാണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ആണ്. ശരിക്കും ഇതിൽ 2.5 ആണ്. ഇതിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര 3.5 ആണ്. അപ്പോൾ അതും തെറ്റാണ്. കൊക്കോ ബ്രാൻഡി 1.5 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ശരിക്കും എത്രേ പാടുള്ളൂ? 1 പാടുള്ളൂ. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? IMFL അതുപോലെ തന്നെ ബിയറും ആണ് ശരിയായിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ 2, 3 വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ A അതാണ് ശരിയായ പ്രസ്താവന. അടുത്ത ഈ ഭാഗത്ത് നിന്ന് വന്ന വേറെ ചോദ്യം. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? 1.5 ആണോ 3 ആണോ 3.5 ആണോ? ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ D ആണ്. ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും വാഹന പരിശോധന നടത്തുന്ന സമയം A എന്നയാളെ മാഹിയിൽ നിന്ന് കൊണ്ടുവന്ന 6 കുപ്പി എക്സൈസ് റമ്മായി അറസ്റ്റ് ചെയ്തു. കേരള സർക്കാരിന് നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും അടക്കാത്ത മദ്യം കൈവശം വെച്ചതിന് എയുടെ പേരിൽ അബ്കാരി നിയമം 1077 പ്രകാരം ഏത് വകുപ്പ് ചുമത്തി കേസെടുക്കാം? ഏതാണ്? യെസ്, നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ ആണല്ലേ 58. 58 അയാൾക്കെതിരെ കേസെടുക്കാം. ഓപ്ഷൻ B ആണ് ശരിയായ ആൻസർ. നമുക്ക് ഇതിൻ്റെ സെക്ഷൻ ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ. അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58. ഓക്കെ. അനധികൃതമായിട്ട് നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 58. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് ഇതിന്റെ ശിക്ഷ. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അബ്കാരി നിയമം 1077 സെക്ഷൻ 67B പ്രകാരം അബ്കാരി കേസിൽ കണ്ടെടുത്ത വാഹനങ്ങൾ ഓതറൈസ്ഡ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്നു. എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനെയാണ് ഓതറൈസ്ഡ് ഓഫീസറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ A എക്സൈസ് കമ്മീഷണർ ഉണ്ട്. ഓപ്ഷൻ B ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഉണ്ട്. അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഉണ്ട്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ട്. ഏതാണ് ശരിയായ പ്രസ്താവന? അല്ലെങ്കിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ? ഓപ്ഷൻ D ആണ് ശരിയായത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഇത് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്, അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് അതിനായ അധികാരം, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന് അതിനായിട്ടുള്ള അധികാരം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. നമുക്ക് പഠിക്കാനുണ്ട് ഓരോരുത്തർക്കും ഏതൊക്കെ സെക്ഷന്റെ കീഴിലാണ് ഈ അധികാരങ്ങൾ വരുന്നത്, ആ കാര്യം പഠിക്കാനുണ്ട്. അപ്പം നോക്കാം ഏതൊക്കെയാണ്. നമുക്കത് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 67B ആണ്. ഓക്കെ. നമുക്ക് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഏതൊക്കെ അബ്കാരി കേസുകളിൽ മേൽ നടപടി എടുക്കുവാൻ അധികാരം ഉണ്ട്? ഓക്കെ. നമുക്ക് പറയാം. 6 സെക്ഷൻ 6 7 11 12 13 15 53A-യും 67A-യും 67B-യും. നമുക്ക് ചോദ്യം വന്നത് 67B. ഈ കേസുകളിലൊക്കെ അധികാരമുള്ളത് ആർക്കാ? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ്. ഈ 6 എന്തായിരിക്കും? 6 എന്ന് പറയുന്നത്, സെക്ഷൻ 6 എന്ന് പറയുന്നത് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ. ഇതിനുള്ള അധികാരം ആർക്കാണ്? ഇതിന് മേല് കേസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ്. സെക്ഷൻ 7 എന്താ? മദ്യം അല്ലെങ്കിൽ മരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ. അതിന്റെ മുകളിലും ആർക്കാണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ്. ഇനി നമുക്ക് ഇതിലുള്ള ബാക്കി ഏതൊക്കെയുണ്ട്? 11 12 13 15 ഒക്കെ അല്ലേ? ഇതൊക്കെ നോക്കാം. പ്രധാനപ്പെട്ടത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 11 മദ്യം എന്നാണ്. മദ്യം ലഹരി പദാർത്ഥങ്ങളും നടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 11. സെക്ഷൻ 13 എന്താ? സർക്കാർ അനുവദിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ഈ സെക്ഷൻ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ സെക്ഷൻ ആരാണ് അധികാരം, ഇതിന്റെ അധികാരം ആർക്കാണെന്ന് നോക്കണം. എക്സൈസ് ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് ഇൻസ്പെക്ടർക്കാണ്. പിന്നെ സെക്ഷൻ 13 പ്രകാരം ഇതിന്റെ ശിക്ഷ എത്ര വരുന്നത്? 5000 അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ. സെക്ഷൻ 15 നോക്കാം. കള്ളൊരുക്കിയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരിയിലെ സെക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടത് പറഞ്ഞു. അതൊക്കെ. ഇനി അടുത്തത് കോടതി മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള സെക്ഷൻസുകൾ 30, 50A, 53A, 53B, 54. സെക്ഷൻ 30 എന്താ? അപേക്ഷമേൽ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാ? മജിസ്ട്രേറ്റിനെയാണ്.
53A എന്താ? പിടിച്ചെടുത്ത മദ്യം നീക്കം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഇതിനുള്ള അധികാരം മജിസ്ട്രേറ്റിനെയാണ്. 54 ഒരു കലാപമോ നിയമവിരുദ്ധമായ ഒത്തുചേരലോ ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നലുണ്ടായാൽ സമീപം ദേശത്തുള്ള ഏത് മജിസ്ട്രേറ്റിനും പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ലൈസൻസുള്ള ഷോപ്പ് അടച്ചുപൂട്ടാൻ അധികാരമുണ്ട്. ഇതിനുള്ള അധികാരം ആർക്കാ? മജിസ്ട്രേറ്റിനാണ്. അപ്പൊ ഏതൊക്കെ സെക്ഷൻസ് ആണ്? 30, 50A, 53A, 53B, 54 മജിസ്ട്രേറ്റിനുള്ള അധികാരങ്ങളാണ് കേട്ടോ. എക്സൈസ് കമ്മീഷണർ ഏതൊക്കെ സെക്ഷനുകളാണ്? 4A, 6, 7, 12. 12A, 12B, 14, 15, 26, 30, 67, 1, 67, 2, 67 F. ഇത്രയും സെക്ഷനുകളാണ് എക്സൈസ് കമ്മീഷണർക്കുള്ളത്. അതിൽ സെക്ഷൻ 4A എന്താ? അബ്കാരി നിയമപ്രകാരം നൽകുന്ന എല്ലാ അധികാരങ്ങളുടെയും വിനിയോഗം എക്സൈസ് വകുപ്പിന് ഭരണനിർവഹണം സംസ്ഥാനത്തുടനീളം അബ്കാരി റവന്യൂ ശേഖരണം. സെക്ഷൻ 6ഉം 7ഉം എന്താ? ഇറക്കുമതി കയറ്റുമതി തുടങ്ങിയവയ്ക്കുള്ള അനുമതി നൽകുക. ഇത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കും ഇതേ അധികാരമുണ്ട് കേട്ടോ. സെക്ഷൻ 12A, 12B എന്താണ്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ നിർമ്മാണത്തിന് പരിധി നിശ്ചയിക്കുക, ഔഷധം തയ്യാറാക്കുന്ന അളവ് നിശ്ചയിക്കുക. സെക്ഷൻ 14 ഡിസ്റ്റിലറികൾ, ബ്രൂവറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവും നിയന്ത്രണവും. സെക്ഷൻ 14, 15 നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കുമുള്ള ലൈസൻസുകൾ നൽകുക. സെക്ഷൻ 26 എന്താ? നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ലൈസൻസോ പെർമിറ്റോ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യുക. സെക്ഷൻ 30 തെരച്ചിൽ വാറണ്ട് പുറപ്പെടുവിക്കുക. 67(1) നിയമപ്രകാരം ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് കൈവശമുള്ള ഏതൊരു വ്യക്തിക്കും നിയമം നിർദ്ദേശിച്ചിട്ടുള്ള പോലുള്ള പിഴ ചുമത്തുക. 67(2) എന്താ? മരിച്ച വ്യക്തിയുടെ ലൈസൻസിന് അടിസ്ഥാനമായ ആധാരത്തിൽ അനുവാദമില്ലാതെ പുനർനിർണയം നടത്തുകയോ മാറ്റങ്ങൾ വരുത്തുകയോ പരിഷ്കാരങ്ങൾ വരുത്തുകയോ ചെയ്താൽ 3 ലക്ഷം രൂപ പിഴ ചുമത്താൻ അധികാരമുണ്ട്. 67F വകുപ്പ് 67B പ്രകാരമോ 67E പ്രകാരമോ പാസാക്കിയ ഉത്തരവിന്റെ പുനർവിചാരണാധികാരം. പ്രിവന്റീവ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർക്കുള്ള അധികാരങ്ങളെക്കുറിച്ച് ഏതൊക്കെ സെക്ഷനുകളാണ്? 31, 32, 34, 35, 38, 39, 53. സെക്ഷൻ 31 എന്ത് പറയുന്നു? വാറണ്ട് ഇല്ലാതെ വീടുകൾ തിരയുക. ആർക്കാണ് അധികാരം? പ്രിവന്റീവ് ഓഫീസർക്ക് അധികാരമുണ്ട്. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർക്കും അതിന്റെ അധികാരമുണ്ട്. വാറണ്ട് ഇല്ലാതെ വീടുകൾ തിരയുക, സെർച്ച് നടത്താനുള്ള അധികാരം സെക്ഷൻ 31 ആണ്. അത് സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. സെക്ഷൻ 32 എന്താണ്? വിദേശ മദ്യ നിയമങ്ങൾക്കനുസരിച്ചുള്ള ലൈസൻസുകൾ ഒഴികെ മദ്യം നിർമ്മിക്കുകയും വിൽപ്പന നടത്തുന്നതുമായ സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പരിശോധിക്കാനുമുള്ള അധികാരം. ഈ സെക്ഷൻ പ്രകാരം എക്സൈസ് പ്രിവന്റീവ് ഓഫീസറിനും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കുമാണ് കള്ളുഷാപ്പിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്. സെക്ഷൻ 34 എന്താ? ഏതെങ്കിലും പൊതു ഇടനാഴിയിലോ തുറസായ സ്ഥലങ്ങളിലോ വെച്ച് കുറ്റവാളികളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വ്യാജമദ്യം തുടങ്ങിയ വാഹനങ്ങൾ മുതലായവ പിടിച്ചെടുക്കാനും തടഞ്ഞു വയ്ക്കുകയും ചെയ്യുക. സെക്ഷൻ 35 എന്താ? സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തി പേര് വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലോ അവരെ അറസ്റ്റ് ചെയ്യാനുള്ളതും സെക്ഷൻ 35 സിവിൽ എക്സൈസ് ഓഫീസർക്ക് പറ്റും എന്നാണ് പറയുന്നത്. അധികാരമുണ്ട്. ഓക്കെ. 38ാമത്തത് കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ഉടൻ തന്നെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അബ്കാരി ഇൻസ്പെക്ടർക്ക് കൈമാറുക. സെക്ഷൻ 39 ലൈസൻസ് ഇല്ലാതെ നടക്കുന്ന ഏതെങ്കിലും മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഭൂമിയുടെ ഉടമസ്ഥനിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുക. ഇതിനുള്ള അധികാരം സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ പ്രിവന്റീവ് ഓഫീസർ. സെക്ഷൻ 53 മജിസ്ട്രേറ്റിനോ അബ്കാരി ഇൻസ്പെക്ടറെയോ ഉത്തരവ് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ പോലീസിന്റെ സുരക്ഷിത കസ്റ്റഡിയിലാക്കാൻ അകമ്പടി പോകുക. ഇനി അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്കുള്ള സെക്ഷനാണ് 67E. ഒന്ന് മാത്രമേ ഉള്ളൂ. സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർക്കുള്ള അധികാരം സെക്ഷൻ 11, 27, 30A, 40 മുതൽ 53 വരെ. ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ സെക്ഷൻ 40 മുതൽ 53 വരെ ഉള്ളത് ഇത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അബ്കാരി ആക്ട് പ്രകാരം നിയമന എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവർക്കുള്ള സെക്ഷനാണ് 53B. അവർക്കുള്ള അധികാരമുള്ള സെക്ഷനാണ് സെക്ഷൻ 53B. ഈ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യം. അബ്കാരി ആക്ടിലെ സെക്ഷൻ 4D പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അബ്കാരി ഇൻസ്പെക്ടർമാരെ നിയമിച്ചത്. അവർക്ക് അബ്കാരി ആക്ട് ഭാരമേൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ചുമതലകളും നിർവഹിക്കാൻ കഴിയും. മേൽ പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതാണ് സെക്ഷൻ 4D വിവരിക്കുന്ന ചുമതലകൾക്കും അധികാരങ്ങൾക്കും അനുയോജിക്കുന്നത്? നമ്മൾ പറഞ്ഞ ഇത് ഏതാണ്? സെക്ഷൻ 40 മുതൽ 53 വരെയാണ് കേട്ടോ അവർക്ക്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡ്രൈ ഡേയ്സ്. ഒരു ചോദ്യം ഉറപ്പാണെന്ന് പ്രതീക്ഷിക്കാം.
എന്താണ് ഡ്രൈ ഡേയ്സ് എന്ന് പറഞ്ഞാൽ? കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ്. ഇത്തരം ദിവസങ്ങളെ ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നു. കേരളത്തിലെ ഏതൊക്കെ ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് എന്ന് നമുക്ക് നോക്കാം. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഡ്രൈ ഡേയ്സ് ആണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30 ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, ഗാന്ധിജിയുടെ 2 ശ്രീനാരായണ ഗുരുവിന്റെ 2 ജയന്തി സമാധി. ഓക്കെ. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെ. ഓക്കെ, കള്ളുഷാപ്പുകൾ ഒഴികെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. ദുഃഖവെള്ളി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിവസം ജൂൺ 26. അപ്പോൾ ഇത്ര 9 ദിവസങ്ങളാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ, വോട്ടെണ്ണൽ ദിവസം. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി, അവിടെ കള്ളുഷാപ്പുകൾ ഒഴികെയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദുഃഖവെള്ളി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഈ ദിവസങ്ങളാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ നോക്കാം. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശരിയല്ലേ? ശരിയാണ്, ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. അതും ശരിയാണ്. മന്നൻ ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശരിയാണോ? അല്ലല്ലോ, തെറ്റായ പ്രസ്താവന. ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശരിയാണല്ലേ? നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ജയന്തിയും സമാധിയും ഡ്രൈ ഡേ ആണ്. അപ്പൊ ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരി ആണോ? അല്ല, ശരിയല്ല. 1, 2, 3 ശരി ആണോ? അല്ല. മന്നൻ ജയന്തി 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അപ്പൊ അതുമല്ല. 1, 2, 4 യെസ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അല്ലെ. ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ഈ ഭാഗത്ത് നിന്ന് തന്നെ വേറെ ചോദ്യം കൂടി വന്നു. ഓക്കെ, ആ ചോദ്യം നോക്കാം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഇതിലേതാന്ന് ചോദിച്ച്. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി ജയന്തി ദിനം ശരിയാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം ശരിയാണ്. ശ്രീനാരായണ ഗുരു സമാധി ദിനം ശരിയാണ്. മഹാത്മാഗാന്ധി ചരമദിനം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? കേരളത്തിൽ മദ്യഷാപ്പുകൾ അടച്ചിടുന്ന ദിവസമാണ്. ഇനിയൊരു PYQ ക്വസ്റ്റ്യൻ നോക്കാം. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. ആണോ? യെസ് ആണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വെക്കാവുന്നതാണ്. ശരിയാണോ? തെറ്റാണോ? യെസ്, ശരിയാണ്. നമ്മൾ പഠിച്ചതാ അല്ലേ? കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 23 വയസ്സാണ്. യെസ്, അതും ശരിയാണ്. കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ നിയമമാണ് കേരള അബ്കാരി ആക്ട്. അങ്ങനെയാണോ? അല്ലല്ലോ. കേരളം സംസ്ഥാനം മുഴുവനാണ് നടപ്പിലാക്കിയത്. അപ്പോൾ കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതൊക്കെയായിരിക്കും? 1, 2, 3 ആയിരിക്കും ശരി. ഓപ്ഷൻ ഡി 1, 2, 3 ആണ് ശരി കേട്ടോ. അപ്പോൾ ഈ ഭാഗമായിട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്ട് നമുക്ക് നോക്കാം. അബ്കാരി നിയമം പാസ്സാക്കിയത് ആരാ? കൊച്ചി മഹാരാജാവാണ് കേട്ടോ. അബ്കാരി നിയമം പാസ്സാക്കിയ വർഷം ഓർത്തു വെച്ചോ, 1902 ഓഗസ്റ്റ് 5. കൊല്ലാവർഷം 1077 കർക്കിടകം 31. കൊല്ലാവർഷം 1077 വന്നതാണ് 1077 അബ്കാരി നിയമം എന്ന് പറയുന്നത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓടിച്ചു പോവുകയാണ്. പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് റിവൈസും കാര്യങ്ങളൊക്കെ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന 1967 ജൂലൈ 29. ഈ നിയമം ബാധകമാകുന്നത് കേരള സംസ്ഥാനം മുഴുവൻ. ഈ ചോദ്യമല്ല അവിടെ വന്നേ, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വന്നേ. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം 72 സെക്ഷനുകളുണ്ട്. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. ഈ സ്റ്റേറ്റ്മെന്റും അവിടെ വന്നു. ഓക്കെ, അടുത്തൊരു PYQ ചോദ്യം നോക്കാം. കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏവ? പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. യെസ്, കുറ്റകരമാണ് അല്ലേ. 21 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. യെസ്, കുറ്റകരമാണ്. 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്.
യെസ്, കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് അല്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, മേൽ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി എക്സൈസ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് നോക്കാം. എക്സൈസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും നമുക്ക് നോക്കാം, മനസ്സിലാക്കി പോവാം. ഓക്കെ. അബ്കാരി നിയമപ്രകാരം സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത് ഏതാണ്? ഓപ്ഷൻ സി, കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരമാണ് സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത്. സെക്ഷൻ 46 പ്രകാരമാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു PYQ ചോദ്യം നോക്കാം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരം നൽകുന്നത്? നമുക്ക് സെക്ഷൻ 50 പഠിക്കാനുണ്ട്, അധികാരപരിധി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ നിന്ന് വന്ന ചോദ്യമാണിത്. ഓക്കെ. ഓപ്ഷൻ സി, കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 52 പ്രകാരമാണ്. വീണ്ടും ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥനെ ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും വ്യക്തിയെ തെളിവ് നൽകാൻ വിളിച്ചു വരുത്തുന്നതിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. അബ്കാരി ആക്ട് പ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഓഫീസർക്ക് സാധാരണ താമസസ്ഥലത്ത് നിന്ന് കൂടുതൽ അകലെയുള്ള ഏതൊരു വ്യക്തിയും വിളിച്ചു വരുത്താവുന്നതാണ്. അബ്കാരി ആക്ട് പ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഓഫീസർക്ക് തെളിവ് നൽകാൻ ആരെയും വിളിച്ചു വരുത്താൻ പാടില്ല. ഏതാണ് കറക്റ്റായ ആൻസർ? ഡി ആണ്. ഓൺലി 1 മാത്രമാണ് ശരി അല്ലേ? അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. അതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ. അടുത്തൊരു PYQ ചോദ്യത്തിലേക്ക് പോകാം. എക്സൈസ് വകുപ്പിന് താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് വാറണ്ട് ഇല്ലാതെ വീടുകൾ പരിശോധന നടത്താൻ കഴിയുക? ആർക്കാണ്? പ്രിവെന്റീവ് ഓഫീസർമാർക്കും എക്സൈസ് ഇൻസ്പെക്ടർക്കും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർക്കും, ഈ 3 പേർക്കാണ് വാറണ്ട് ഇല്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുക. ഓക്കെ. അടുത്തൊരു PYQ ചോദ്യം. കേരള അബ്കാരി ആക്ട് പ്രകാരം മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകൾ എക്സൈസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ അതിനായി യഥാവിധി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ നൽകാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2 തരത്തിലുള്ള പെർമിറ്റുകൾ ഉണ്ട്. ഒന്ന് ജനറൽ പെർമിറ്റുകളാണ്, രണ്ടാമത്തത് അബ്കാരി ആക്ട് പ്രകാരം സ്പെഷ്യൽ പെർമിറ്റുകളാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓരോ പെർമിറ്റിലും മദ്യം കൊണ്ടുപോകാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ പേര് വ്യക്തമാക്കണം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓരോ പെർമിറ്റിലും പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വ്യക്തമാക്കണം. ഇത് നമുക്ക് പഠിക്കാനുള്ള ചോദ്യമാണ്, പക്ഷേ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ലെവലിൽ വന്ന ഭാഗത്തുനിന്ന് വന്ന ചോദ്യമാണ്. ഇത് നമുക്ക് പഠിക്കാനുണ്ട്, പെർമിറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ. ശരിയായ ആൻസർ ഏതാ? 1, 2, 3, 4 ശരിയാണ് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടോ ആരോ വ്യക്തിയെയും അനാവശ്യ കാലതാമസമില്ലാതെ ഇവർക്ക് മുമ്പ് ഹാജരാക്കണം എന്നതിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആർക്ക് മുമ്പിലാണ്? ഒന്നെങ്കിൽ അബ്കാരി ഇൻസ്പെക്ടർക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് മുമ്പാകെയാണ് കാലതാമസം കൂടാതെ ഹാജരാക്കേണ്ടത്. അടുത്തൊരു PYQ ചോദ്യം. ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്ന് ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല. ഏത് മദ്യവും സമ്മാനമായി നൽകാം. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മൂന്നാമത്തതും നാലാമത്തതും. അതായത് ഓപ്ഷൻ സി ആണ് 3, 4. എന്താണ്? മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. അതുപോലെ തന്നെ മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാനും പറ്റും. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. അബ്കാരി ആക്ടിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ച പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? എക്സൈസ് ചെക്ക് പോസ്റ്റ് നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പരിധിയിലുടനീളം അധികാരപരിധിയുണ്ട്. എക്സൈസ് സർക്കിൾ ഓഫീസർ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന താലൂക്കിനുടനീളം അധികാരപരിധിയുണ്ട്. ഈ 3 തന്നെയുള്ളൂ അല്ലേ? ഏതാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. എക്സൈസ്
ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെക്ക് പോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന പരിധിയിലുടനീളം അധികാര പരിധിയുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സൈസ് ഇൻസ്പെക്ടർ ലെവലിൽ വന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടറുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഏതാണ്? നമുക്ക് ആൻസർ മാത്രം നോക്കി പോകാം ഏതൊക്കെയാണ് ശരിയെന്ന് കേട്ടോ. 1, 2, 3 ശരി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മുഴുവൻ ശരിയാണ്. അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി ആക്ടിന്റെ 4D പ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ശരിയാണ്. റേഞ്ച് ഓഫീസുകളിൽ നിയമിക്കപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടർക്ക് അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി ഇൻസ്പെക്ടറുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. അതും ശരിയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരം നൽകി. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? 1, 2, 3 ശരിയാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്നു? ഏതാണ്? സെക്ഷൻ 32. സെക്ഷൻ 32 ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ പരിശോധിക്കാൻ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്നു എന്നതിൽ സെക്ഷൻ 30. അടുത്തൊരു ചോദ്യം. അബ്കാരി നിയമത്തിൽ കീഴിലുള്ള ഗതാഗതം എന്നാൽ എന്താണ്? എന്താണ് ഗതാഗതം എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ ആണ് അല്ലേ. സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറലാണ് അബ്കാരി നിയമത്തിലെ ഗതാഗതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പ്രത്യേക പെർമിറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിന് എക്സൈസ് ഇൻസ്പെക്ടറുടെ അധികാരങ്ങൾ വിപുലീകരിക്കുമെന്ന് ഇവിടെ സെക്ഷൻ 11 കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്പോർട്ട് പെർമിറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് പെർമിറ്റ്. അടുത്തൊരു ചോദ്യം നോക്കാം. അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ 1077 അബ്കാരി ആക്ടിലെ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും വ്യക്തി. ഓപ്ഷൻ ബി അബ്കാരി ആക്ടിലെ സെക്ഷൻ 5A പ്രകാരം നിയമിക്കപ്പെട്ട ഒരു മേലുദ്യോഗസ്ഥൻ. അബ്കാരി ആക്ടിലെ സെക്ഷൻ 3, 4 പ്രകാരം സർക്കാർ നിയമിച്ച ഓഫീസർ. മുകളിൽ പറഞ്ഞവയെ ഒന്നുമല്ല. ഏതാണ് ശരി? എ അല്ലേ ശരി. എന്താണ്? എക്സൈസ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ 1077 അബ്കാരി ആക്ടിലെ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അബ്കാരി നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ എന്ന് സംശയിക്കുന്ന വ്യക്തികളെ അബ്കാരി ഇൻസ്പെക്ടർക്ക് വിളിപ്പിക്കാം? ഏതാണ്? ഓപ്ഷൻ ബി 48 ആണ് അല്ലേ. ഒരു ചോദ്യം നോക്കാം. PYQ ചോദ്യങ്ങളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. താഴെ പറയുന്നവയിൽ ആരാണ് അബ്കാരി ഓഫീസർ അല്ലാത്തത്? ആരാണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്കാരി ഓഫീസറാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ഓഫീസറാണ്. ഡെപ്യൂട്ടി കളക്ടർ ഓഫ് ദി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതുമാണ്. അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടർ അല്ല. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് അല്ലേ. ശരിയല്ലേ. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്ത ഏത് സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ എന്താ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ എന്താണ്? ഒരു പൊതുസ്ഥലമാണ്. അപ്പം അത് ശരിയായ ആൻസർ ആയിട്ട് വരില്ല അല്ലേ. റെസ്റ്റ് ഹൗസിൽ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. യെസ്, സ്വകാര്യ മുറി എന്ന് പറയുന്നത് എന്താ? പൊതുസ്ഥലമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായ ഉത്തരം. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറിയാണ് ശരിയായ ഉത്തരം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓക്കെ. ഓപ്ഷൻ അബ്കാരി നിയമപ്രകാരം ട്രാൻസിസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. അങ്ങനെയാണോ? മറ്റു ഓപ്ഷൻ കൂടി നോക്കാം അല്ലെ. കേരളത്തിനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകുന്നത്. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്തുന്നത്. ഏതാണ്? യെസ്, ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഓപ്ഷൻ ഡി അല്ലേ. ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതാണ് ട്രാൻസിസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. അടുത്തൊരു പോയിന്റ് നോക്കാം. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാണ്? 15 ലിറ്റർ അല്ലേ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം.
ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്. ഏതാണ്? 23 അല്ലേ? അപ്പോൾ 21 വയസ്സുള്ള വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ 26 വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കാൻ പറ്റും? യെസ്, പറ്റും. 23 മാനദണ്ഡം. ഓക്കെ, 23 കഴിഞ്ഞ വ്യക്തിക്ക് ഉപയോഗിക്കാനും വാങ്ങാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അബ്കാരി ആക്ടിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒന്ന് ഓടിച്ചു പോവാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇത് എന്തായാലും നോക്കണം എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ പോകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 6. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ എന്താ? മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ്. മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. അതുപോലെ തന്നെ സെക്ഷൻ 7 എന്താ? കയറ്റുമതി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി. ഓക്കെ, സെക്ഷൻ 6 ഇറക്കുമതി, സെക്ഷൻ 7 കയറ്റുമതി. സെക്ഷൻ 7(1) എന്താ? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? സെക്ഷൻ 8 എന്താ? ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 8. ഓക്കെ അല്ലേ? ഓക്കെ. സെക്ഷൻ 8(1) നോക്കാം. ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വെക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. സെക്ഷൻ 8(1) എന്താ പറയുന്നത്? ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വെക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഓക്കെ അല്ലേ? സെക്ഷൻ 8(2) സെക്ഷൻ 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എത്രയായിരിക്കും? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കൂടാതെ പിഴയും ഉണ്ടായിരിക്കും. അതാണ് സെക്ഷൻ 2 എന്ന് പറയുന്നത്. സെക്ഷൻ 8(1) എന്തായിരിക്കും? അതിൻ്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് അതിൻ്റെ ശിക്ഷയുമാണ്. സെക്ഷൻ 9 മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കാവുന്നതെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. സെക്ഷൻ 10 എന്താ? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 എന്താ? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. ഏതൊക്കെയാണ്? സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല. മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഓക്കെ അല്ലേ? അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയുള്ള അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായി ബാധകമാണ്. സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. സെക്ഷൻ 11 മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 11. മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥനോ. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രം. ഓക്കെ അല്ലേ? ഇനി ഒരു പെർമിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ വേണം? മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് വേണം. അതുപോലെ തന്നെ പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വേണം. അതുപോലെ തന്നെ പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെ അളവും മറ്റു വിവരങ്ങളും വേണം. പിന്നെ സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റു വിവരങ്ങളും വേണം. ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. സെക്ഷൻ 15 എന്താ? കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15. സെക്ഷൻ 15 എന്താണ്? കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. ഓക്കെ അല്ലേ? സെക്ഷൻ 21 കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 21. കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 21. ഓക്കെ.
ഇനി മദ്യത്തെ രണ്ടായി. മദ്യത്തിനെ കുറിച്ചുള്ള നിർവചനം അല്ലെങ്കിൽ എന്താണ് മദ്യം എന്ന് പറയുന്നത് ഏതായിരുന്നു? 3:10 അല്ലേ? 3:10 മദ്യത്തെക്കുറിച്ചുള്ള നിർവചനം. മദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കഹോൾ കണ്ടന്റുള്ള എല്ലാ പാനീയങ്ങളും മദ്യത്തിൽ ഉൾപ്പെടും. ഈ മദ്യത്തിനെ 2 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? പൊളിപ്പിച്ച മദ്യം എന്നും അതുപോലെ തന്നെ വാറ്റിയെടുത്ത മദ്യം. ഓക്കെ, വാറ്റിയെടുത്ത മദ്യം അല്ലെങ്കിൽ സ്പിരിറ്റ്, അതുപോലെ തന്നെ പൊളിപ്പിച്ച മദ്യം. പൊളിപ്പിച്ച മദ്യത്തിന് ഉദാഹരണമാണ് കള്ള്, ബിയർ, വൈൻ. ഓക്കെ, വാറ്റിയെടുത്ത മദ്യത്തിന് ഉദാഹരണം ഏതൊക്കെ? ചാരായം, കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, ബ്രാൻഡി, വിസ്കി തുടങ്ങിയവയാണ് വാറ്റിയെടുത്ത മദ്യം. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മദ്യത്തിന് നികുതി ഈടാക്കുന്ന അടിസ്ഥാനത്തിൽ 2ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? നാടൻ മദ്യം എന്നും വിദേശ മദ്യം എന്നും. നാടൻ മദ്യം എല്ലാവർക്കും അറിയാം, കള്ളും ചാരായം, അതാണ് നാടൻ മദ്യം. വിദേശ മദ്യം എന്ന് പറയുന്നത് എന്താ? നാടൻ മദ്യം ഒഴികെയുള്ള ബാക്കി എല്ലാ മദ്യവും എന്താണ്? വിദേശ മദ്യമാണ്. അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമ പദങ്ങൾ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ 3. ഓക്കെ, ഉപവകുപ്പുകൾ 1 മുതൽ 25 വരെ. സെക്ഷൻ 3-ലാണ് നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. ആ സെക്ഷനിൽ സബ്സെക്ഷൻ ആയിട്ട് 1 മുതൽ 25 വരെ വരുന്നുണ്ട്. അതിൽ 3:10 നമ്മൾ മദ്യത്തിന്റെ നിർവചനം പഠിച്ചത്. അതുപോലെ 1 മുതൽ 25 വരെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഓടിച്ചിട്ട് ഈ 1 മുതൽ 25 വരെ ഏതൊക്കെയാണെന്ന് ഓടിച്ചിട്ടൊന്ന് പോവാം. ഓക്കെ, സെക്ഷൻ 1 എന്താ? സെക്ഷൻ 3-ൽ 1 കേട്ടോ. സെക്ഷൻ 3-ൽ 1. ഈ 1 എന്ന് പറയുന്നത് സബ്സെക്ഷൻ. 3-ൽ 1 അബ്കാരി റവന്യൂ. ഓക്കെ അല്ലേ? അബ്കാരി റവന്യൂ ആണ് 3.1. 3.1 എന്താ? അബ്കാരി റവന്യൂ. ഓക്കെ, 3.2 അബ്കാരി ഓഫീസർ. അബ്കാരി ഓഫീസറിനെ കുറിച്ച് പറയുന്നതാണ് 3.1 അല്ലേ? എന്താണ് അബ്കാരി ഓഫീസർ? എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് നിയമപരമായിട്ട് നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. ഏതൊരു ഉദ്യോഗസ്ഥനും, ഒരു ഉദ്യോഗസ്ഥനല്ല, ഏതൊരു ഉദ്യോഗസ്ഥനും അല്ലേ? ഏതൊരു ഉദ്യോഗസ്ഥനും എന്താണ്? അബ്കാരി ഓഫീസറാണ്. ഇനി അടുത്തത് സെക്ഷൻ 3.2A മിശ്രണ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 3.2B എന്താണ്? ബോണ്ടഡ് വെയർഹൗസ്. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൗസ്. 3.2B-യിൽ. ഓക്കെ, 3.1 എന്തായിരുന്നു? അബ്കാരി റവന്യൂ. 3.2 എന്തായിരുന്നു? അബ്കാരി ഓഫീസർ. ഇനി സെക്ഷൻ 3.5 കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമായ സ്പിരിറ്റിൽ അതിൻ്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ കൃത്രിമ നിറമോ ചേർക്കുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, 3.5 കോമ്പൗണ്ടിങ്. 3.6 എന്താണ്? അബ്കാരി ഇൻസ്പെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. 3.6A ചാരായം. ഓക്കെ, 3.6A ചാരായം. അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? 3.1 പഠിച്ചു. എന്താണ്? അബ്കാരി റവന്യൂ. 3.2 പഠിച്ചു. എന്താണ്? അബ്കാരി ഓഫീസർ. 3.2A പഠിച്ചു, മിശ്രണം ബ്ലെൻഡിങ് അല്ലേ? 3.2B പഠിച്ചു. എന്താണ്? ബോണ്ടഡ് വെയർഹൗസ്, സംഭരണശാല. ഓക്കെ, 3.5 പഠിച്ചു. എന്താണ്? കോമ്പൗണ്ടിങ്. 3.6 എന്താണ്? അബ്കാരി ഇൻസ്പെക്ടർ. 3.6A ചാരായം. ചാരായം എന്ന് പറഞ്ഞാൽ എന്താ? കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശ മദ്യം. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങൾ ഒഴികെ കുടിക്കുവാൻ കഴിയുന്ന എല്ലാ ലിക്വറുകളും ചാരായം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? സെക്ഷൻ 3.6A ആണ് ചാരായത്തെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3.8 കള്ള്. ഓക്കെ, 3.6 അബ്കാരി ഓഫീസർ. 3.6A ഏതാണ്? ചാരായം. 3.8 കള്ള്. കള്ള് എന്നാൽ തെങ്ങ്, പന, ഈത്തപ്പന തുടങ്ങിയ ഏത് തരം പനമരങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത പൊളിപ്പിച്ചതോ പൊളിപ്പിക്കാത്തതോ ആയ പാനീയത്തെയാണ് കള്ള് എന്ന് പറയുന്നത്. സെക്ഷൻ 3.8 കള്ള്. ഈ 3.9 സ്പിരിറ്റ്. സ്പിരിറ്റ് എന്നാൽ എന്താ? മദ്യം അടങ്ങിയതും ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുക്കുന്നതുമായ മദ്യത്തെയാണ്. ഏത് തരം മദ്യത്തെയും നമുക്ക് എന്ത് വിളിക്കാം? സ്പിരിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സ്പിരിറ്റ് എന്ന് വിളിക്കാം. ഏതാണ്? സെക്ഷൻ 3.9 സ്പിരിറ്റിന്റെ നിർവചനം പറയുന്നത് സെക്ഷൻ 3.9 കേട്ടോ. അപ്പോൾ 3.6 എന്തായിരുന്നു? അബ്കാരി ഇൻസ്പെക്ടർ. 3.6A ചാരായം. ഓക്കെ, 3.8 കള്ള്. 3.9 സ്പിരിറ്റ്. ഇനി അടുത്തത് 3.11 പഠിക്കാനുള്ളത്. 3.11 ബിയർ. സെക്ഷൻ 3.11 ബിയർ. എന്താണ് ബിയർ? ബിയർ എന്നാൽ മാൾട്ടിൽ നിന്ന് പുളിപ്പിച്ചുണ്ടാക്കുന്ന എൽ, സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങളാണ്
ബിയർ എന്ന് പറയുന്നത്. ബിയർ ഏതാണ്? 3.11. 3.9 സ്പിരിറ്റ്, 3.8 കള്ള്, 3.6 ചാരായം, അതുപോലെ തന്നെ 3.6 അബ്കാരി ഇൻസ്പെക്ടർ. കോമ്പൗണ്ടിങ് ഏതായിരുന്നു? 3.5. 3.1 എന്തായിരുന്നു? അബ്കാരി റവന്യൂ. 3.2 എന്തായിരുന്നു? അബ്കാരി ഓഫീസർ. സെറ്റല്ലേ? അപ്പൊ അടുത്തത് 3.12 നോക്കാം. 3.12 എന്തിന്റെ നിർവചനാണ്? നാടൻ മദ്യം. നാടൻ മദ്യത്തിന്റെ നിർവചനാണ് 3.12. നാടൻ മദ്യം എന്നാൽ കള്ള്, ചാരായം തുടങ്ങി പ്രാദേശികമായി നിർമ്മിക്കുന്ന മദ്യങ്ങളാണ് എന്ത്? നാടൻ മദ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3.12. 3.13 തൊട്ടടുത്തുള്ളത് അല്ലെ? 3.13 വിദേശ മദ്യം. നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാ മദ്യവും എന്താണ്? വിദേശ മദ്യമാണ് അല്ലെ? ഓക്കെ. സെക്ഷൻ 13A വിദേശ നിർമ്മിത വിദേശ മദ്യം. വിദേശ നിർമ്മിത വിദേശ മദ്യമാണ് 13A. ഓക്കെ. 3ല് 13A എന്ന് പറയുന്നത് വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നു. ഓക്കെ. സെറ്റല്ലേ? സെറ്റാണ്. അപ്പൊ 3.9 സ്പിരിറ്റ്, 3.11 ബിയർ, 3.12 നാടൻ മദ്യം, 3.13 വിദേശ മദ്യം, 3.13A എന്താണ്? വിദേശ നിർമ്മിത മദ്യം. വിദേശ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 3.13B എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ നിർമ്മിത വിദേശ മദ്യവും അല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ഏതരം മദ്യവും വിദേശ മദ്യമാണ്. ഏത് വിദേശ മദ്യവും എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ്. 13B. 3ല് 13B. 3ല് 13B ആണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. 3ല് 13A എന്താണ്? 13A എന്താണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ അല്ലേ? 3.9 സ്പിരിറ്റ്, 3.11 ബിയർ, 3.12 നാടൻ മദ്യം, 3.13 വിദേശ മദ്യം, 13A ഏതാണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ. പിന്നെ ഉള്ളത് 13B. 3ല് 13B എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ അല്ലടാ? സെക്ഷൻ 3ല് 14 ലഹരി മരുന്ന്. ലഹരി മരുന്ന് എന്നാൽ എന്താ? 1985 NTPC ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന നർക്കോട്ടിക് ഡ്രഗുകളെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ വേദന സംഹാരികളോ ഉറക്കക്കുളികളോ ഒഴികെയുള്ള ഏത് ലഹരി വസ്തുക്കളും എന്താണ്? ലഹരി മരുന്നാണ്. ലഹരി മരുന്നിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 3.14 ആണ്. 3.15 വിൽപ്പന. എന്താണ് വിൽപ്പന? ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റവും ലഹരി വസ്തുക്കളുടെ വിൽപ്പന എന്ന പരിധിയിൽ വരും. ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിന് വിൽപ്പന എന്ന് പറയും. 3.15. 3.16 ഇറക്കുമതി. 3.16 ഇറക്കുമതി. ഇറക്കുമതി എന്താണ്? സംസ്ഥാനത്തിനുള്ളിലേക്ക് ലഹരി പദാർത്ഥം ഇറക്കുമതി ചെയ്യുക. ഇറക്കുമതി ചെയ്യുമ്പോൾ അത് ഇറക്കുമതി. 16. കയറ്റുമതി എന്താ? സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക. ലഹരി പദാർത്ഥങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കയറ്റുമതി. കയറ്റുമതി സെക്ഷൻ 3.17 കയറ്റുമതിയെ കുറിച്ചുള്ള നിർവചനം നൽകിയിരിക്കുന്നത് 3.17 ഓക്കെ. ഇനി അടുത്തത് സെക്ഷൻ 3.17A ട്രാൻസിസ്റ്റ്. എന്താണ് ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നോ ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ കേരളം അതിർത്തിക്കുള്ളിൽ കൂടി മറ്റെന്തെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതാണ് ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? സെറ്റല്ലേ? സെറ്റാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ പഠിച്ചു? നമുക്ക് നോക്കാം. 3.9 പഠിച്ചു നമ്മൾ. എന്താണ്? സ്പിരിറ്റ്. 3.11 പഠിച്ചു ബിയർ. 3.12 പഠിച്ചു കള്ള്. 3.13 പഠിച്ചു എന്താണ്? വിദേശ മദ്യം. ഓക്കെ അല്ലേ? ഇനി പിന്നെ 3.13A പഠിച്ചു എന്താണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം. 3.13B പഠിച്ചു എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? 3.14 പഠിച്ചു ലഹരി മരുന്ന് അല്ലെ? ലഹരി മരുന്ന് നിർവചനമാണ് 3.14. 3.15 പഠിച്ചു വിൽപ്പന അല്ലെ? പിന്നെ 3.16 പഠിച്ചു. 17 പഠിച്ചു. 16 എന്താ? ഇറക്കുമതി. സംസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക്. കയറ്റുമതി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. ഓക്കെ അല്ലേ? 3.17 കയറ്റുമതി. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച 3.17A ട്രാൻസിസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി 3.18 ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനത്തിനകത്തേക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് എന്താണ്?
കടത്താണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, 3.18. 3.19 എന്താ? മാനുഫാക്ചറിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന സെക്ഷനാണ് 3.19. സ്വാഭാവികമായോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടോ മാറ്റിയതോ അല്ലെങ്കിൽ പുളിപ്പിച്ചതോ ആയ സ്പിരിറ്റോ മറ്റ് വസ്തുക്കളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാനുഫാക്ചർ. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ 3.19A ബോട്ടിൽ. എന്താണ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ? മദ്യം വിൽക്കുന്നതിന് വേണ്ടി വീപ്പ പോലുള്ള വലിയ പാത്രങ്ങളിൽ നിന്ന് കുപ്പി, ജാർ, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണികളിലേക്ക് മാറ്റുന്നതും ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതും ഈ സെക്ഷന്റെ പരിധിയിലെ ബോട്ടിൽ എന്നതിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഏതാണ്? 3.19 മാനുഫാക്ചർ, 3.19A ബോട്ടിൽ. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കിയപ്പോ നമുക്കൊരു 3.16 മുതൽ പറഞ്ഞു നോക്കാം. 3.16 എന്തായിരുന്നു? കയറ്റുമതിയാണോ ഇറക്കുമതിയാണോ? ഇറക്കുമതി. ഓക്കെ, ഇമ്പോർട്ട് അല്ലേ, മറ്റത് എക്സ്പോർട്ട്. ഇറക്കുമതി. 3.16 ഇറക്കുമതി. 3.17 കയറ്റുമതി. 3.17A കൊണ്ടുപോകൽ. 3.18 എന്താ? കടത്ത്. 3.19 മാനുഫാക്ചർ. 3.19A ബോട്ടിൽ. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ 3.20 റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയയാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ ഓക്കെ അല്ലേ? സെക്ഷൻ 3.20 റെക്ടിഫിക്കേഷൻ. സെക്ഷൻ 3.21 ഏതാ? പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം. വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെന്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയ എല്ലാ അബ്കാരി നിയമത്തിൽ കീഴിലെ സ്ഥലം എന്നതിൽ ഉൾപ്പെടും. ഓക്കെ, 3.21 പ്ലേസ് ആണ് അല്ലെങ്കിൽ സ്ഥലമാണ്. അപ്പൊ 3.19A ബോട്ടിൽ, 3.20 റെക്ടിഫിക്കേഷൻ, 3.21 സ്ഥലം. 3.22 ചെത്തൽ അല്ലെങ്കിൽ ടാപ്പ്. ചെത്തൽ എന്ന് പറയും. അത് പറഞ്ഞാൽ എന്താ? കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും മരത്തിന്റെ പൂങ്കുലയോ അല്ലെങ്കിൽ മറ്റു ഭാഗമോ കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ടാപ്പ്, ചെത്തൽ. 3.22. 3.23 എന്താ? വാടക. സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണ് വാടക. 3.25 വെയർഹൗസ്. എന്താണ്? പാറ്റുകേന്ദ്രം, വൈൻ നിർമ്മാണ കേന്ദ്രം, ലൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചു വെക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3:1 മുതൽ 25 വരെയുള്ള പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നോക്കി. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ 2-3 നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, 3.21 എന്തായിരുന്നു? സ്ഥലം, പ്ലേസ് അല്ലേ. 3.22 എന്തായിരുന്നു? ടാപ്പ്, ചെത്തൽ. 3.23 എന്തായിരുന്നു? റെന്റ് അല്ലെ, വാടക. 3.25 എന്തായിരുന്നു? വെയർഹൗസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കോമൺ ക്രൈംസും അതിന്റെ ശിക്ഷകളും നോക്കാം അല്ലെ. സെക്ഷൻ 12C എന്താ? സെക്ഷൻ 12C പ്രകാരം ഒരു വ്യക്തിയുടെ മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കർ വ്യാജമായി നിർമ്മിക്കാൻ പാടുള്ളതല്ല എന്ന് പറയാൻ എന്താ? ഇതിനുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ ആകാവുന്ന തടവോ 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഓക്കെ, സെക്ഷൻ 13. പെട്ടെന്ന് പോകണം, റിവിഷൻ ക്ലാസ് ആണിത്. നമുക്ക് ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കാനുള്ള ടൈമാണിത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 13 എന്താ? സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 13. ശിക്ഷ എന്താണ്? 5000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഓക്കെ അല്ലടാ? സെക്ഷൻ 13 സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കുന്നതിനാണ് സെക്ഷൻ 13 എന്ന് പറയുന്നത്. വിദേശ മദ്യം കൈവശം വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 13(2). ഓക്കെ, സെക്ഷൻ 15 എന്താ? ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പാണ് സെക്ഷൻ 15. എന്താണ്? ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. സെക്ഷൻ 15A പറയുന്നുണ്ട് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15A. ഇനി നമുക്ക് അതിന്റെ എന്താണ് ശിക്ഷ പഠിക്കണം. അതായത് 23 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ്. അങ്ങനെ ചെയ്താൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തി ഉപയോഗിച്ച് അതിന് ലഭിക്കാവുന്ന ശിക്ഷയാണ് 5000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഓക്കെ, 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15B.
മറ്റത് ഉപയോഗിക്കുന്നത് 15A വിൽക്കുന്നത് 15B. ഇതിനുള്ള ശിക്ഷയും 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെയിം ശിക്ഷ അല്ലെ. ഇനി എന്താ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുസ്ഥലത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. പൊതുസ്ഥലത്ത് മദ്യത്തിന്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് 15C. 15A ഉപയോഗം, 15B വിൽപ്പന, 15C പൊതുസ്ഥലത്തെ ഉപയോഗം. അല്ലേ. പൊതുസ്ഥലത്ത് ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് 15C. ഇതിനുള്ള ശിക്ഷയും സെയിം ആണ്. 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇതും സെയിം ആണ്. ഇനി അടുത്ത സെക്ഷൻ 55. മദ്യത്തിന്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത ഇറക്കുമതി, കയറ്റുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 55. നമ്മൾ ഇതിനു മുമ്പ് ഇറക്കുമതി, കയറ്റുമതി ഇതിന്റെ ഇത് പറഞ്ഞിരുന്നു. അതായത് ഈ ഇറക്കുമതിയുടെ നിർവചനം, കയറ്റുമതിയുടെ നിർവചനം ഏത് സെക്ഷൻ 3-ലാണെന്ന് അറിയാം അല്ലെ. നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത് 3-ലാണ്. 3-ൽ ഏതായിരുന്നു ഇറക്കുമതി? 316 317 കയറ്റുമതി. അല്ലേ. സെക്ഷൻ 55A എന്താണ്? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരി മരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, അതുപോലെ തന്നെ കൈവശം വെക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55A. ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് സെക്ഷൻ 55A പ്രകാരം ലഭിക്കുന്നത്. സെക്ഷൻ 55B എന്താ? നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55B. ശിക്ഷ എന്താ? സെയിം അല്ലെ. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ഉണ്ടായിരിക്കും. ഇനി PYQ ചോദ്യമാണ്. ഈ സെക്ഷൻ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറ്റകരമായ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 55D ആണ് കേട്ടോ. ഓർത്തു വെച്ചോ. സെക്ഷൻ 55D ആണ് കുറ്റകരമായ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്ന വകുപ്പ്. രണ്ടോ അതിലധികമോ ആളുകൾ അബ്കാരി ആക്ട് പ്രകാരം നിയമവിരുദ്ധമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി തെളിയിക്കപ്പെട്ടാൽ അവർക്ക് കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന അതേ ശിക്ഷ ലഭിക്കപ്പെടും. അല്ലടാ. കുറ്റകരമായ ഗൂഢാലോചനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 55D ആണ്. അതിലെ എല്ലാ വ്യക്തികൾക്കും എന്താണ്? കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ എല്ലാ വ്യക്തികൾക്കും കിട്ടുമെന്നും ഓർത്തു വെച്ചേക്കുക. ഈ 55G മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വെക്കാനോ വിൽക്കാനോ കടത്താനോ ഉള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 55G ഏതാണ്? ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതാണോ ശിക്ഷയായിട്ട് വരുന്നത്. സെക്ഷൻ 55H മദ്യമോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്നതിലേക്ക് നിയമപരമല്ലാത്ത പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 55H. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 25,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. അല്ലേ. 55I തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ നിയമപരമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? സെക്ഷൻ 55I ആണ്. ഐയിലാണ് നമ്മളിപ്പോൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരം ഇങ്ങനെ കാണിക്കാറില്ല സിനിമേൻ്റെ അടിയിലൊക്കെ. അത് ഇല്ലാതെ ചെയ്താൽ എന്താണ്? ശിക്ഷ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ശിക്ഷ കൊടുക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55I. എന്താണ് അതിൻ്റെ ശിക്ഷ നോക്കാം. എന്താണ്? 6 മാസം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ ആണ് ശിക്ഷയായിട്ട് കിട്ടുക. സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് സ്ക്രീനിന്റെ 1/10 വലിപ്പത്തിൽ 10ൽ 1 ഭാഗം വലിപ്പത്തിൽ വ്യക്തമായിട്ട് പ്രദർശിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെക്ഷൻ 56 എന്താണ്? ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56. സെക്ഷൻ 56 എന്താണ്? ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനും അധികാരമുള്ള വ്യക്തികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56A. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കാനും അധികാരമുള്ള വ്യക്തികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56A. ഈ വകുപ്പ് പ്രകാരം മരുന്ന് കച്ചവടക്കാരൻ, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് നിയന്ത്രണ വിധേയമായിട്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് 56A2.
ഓക്കെ അല്ലേ? മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് 56A(2). 56A(2). ശിക്ഷ എന്താണ്? അങ്ങനെ ഉപയോഗിച്ചാൽ ശിക്ഷ എന്ത് കിട്ടും? 5000 രൂപ വരെ കിട്ടും. ഓക്കെ അല്ലടാ. സെക്ഷൻ 58 എന്താണ്? അനധികൃതമായിട്ട് നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58. ശിക്ഷ 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഓക്കെ അല്ലടാ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബ്കാരി ആക്ടിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിവിഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും എന്നാൽ കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കും കൂടി ഇതുപോലെ ചെയ്യണം റിവിഷനായിട്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു മോക്ക് എക്സാം നടത്തണം, ഒരു മെഗാ മോക്ക് എക്സാം നടത്തണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.